വ്യത്യസ്തമായ ആചാരങ്ങൾ നിലനിൽക്കുന്ന കേരളത്തിലെ ഏക കാനന വിശ്വാസ കേന്ദ്രമാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ്. നടയടയ്ക്കാറില്ല. 24 മണിക്കൂറും തുറന്നിരിക്കുകയാണ്. ഏത് പാതിരാത്രിയിൽ വന്നാലും ഫോറസ്റ്റ് അധികാരികൾ ചെക്ക് പോസ്റ്റിന് അവിടുന്ന് ഭക്തജനങ്ങളെ കല്ലേലിക്കാവിലേക്ക് തൊഴുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി അവിടുന്ന് അവരെ ഇവിടേക്ക് പ്രവേശിച്ച് അവർക്ക് വേണ്ടിയുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുകയാണ്. ഹലോ, നമസ്കാരം. എബിനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിൽ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിൻ്റെ പോകുന്ന റൂട്ടാണ് കേട്ടോ. ഏകദേശം കാടിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു കാവുള്ളത്. അപ്പം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു കാവിലേക്ക് വരിക എന്നുള്ളതും ഈ കാവൊന്ന് കാണുക. കാര്യം ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടൊരാഗ്രഹം തോന്നിയാണ്. അപ്പം ഇന്ന് അത് സഫലീകരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശ്രീ ഊരാളി അപ്പൂപ്പൻകാവിലേക്കുള്ള യാത്രയും അതുകൂടാതെ അപ്പൂപ്പൻകാവും അവിടുത്തെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കളിബാധകൾക്കെന്നും പോരാളിയപ്പൂപ്പ, കല്ലേലിയപ്പൂപ്പ, അഖിലോർക്കും അപ്പൂപ്പ. കളിബാധകൾക്കെന്നും പോരാളിയപ്പൂപ്പ, സന്മാർഗത്തേരോട്ടിടും തേരാളി നീയപ്പ, ശാശ്വതമാം ജീവിതമേകും ഊരാളിയപ്പൂപ്പ. സന്മാർഗത്തേരോട്ടിടും തേരാളി നീയപ്പ, ശാശ്വതമാം ജീവിതമേകും ഊരാളിയപ്പൂപ്പ, കല്ലേലിയപ്പൂപ്പ, അഖിലോർക്കും അപ്പൂപ്പ. കളിബാധകൾക്കെന്നും പോരാളിയപ്പൂപ്പ. ചരിത്രപ്രസിദ്ധവും അതിപുരാതനവുമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ്. കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ ഭരണസമിതിയുടെ പ്രസിഡന്റാണ്. പേര് അഡ്വക്കേറ്റ് സി വി ശാന്തകുമാർ. അപ്പൂപ്പൻകാവിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൂപ്പൻ്റെ ഈ വർഷത്തെ 2025 വർഷത്തെ 10ാം ഉദയം സമാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ്. നിരവധി ദേശങ്ങളിൽ നിന്നും നിരവധി കരകളിൽ നിന്നും അനവധി ഭക്തജനങ്ങളാണ് അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ ഇന്നത്തെ ദർശനത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത്. പൂർവികർ പകർന്നു നൽകിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തിക്കൊണ്ടുള്ള തികച്ചും വ്യത്യസ്തമായ ആചാരങ്ങൾ നിലനിൽക്കുന്ന കേരളത്തിലെ ഏക കാനന വിശ്വാസ കേന്ദ്രമാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ്. കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് മധ്യ തിരുവിതാംകൂറിൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നി ദേശത്ത് കല്ലേലി എന്ന ദേശത്താണ് അപ്പൂപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നത്. യുവങ്ങളുടെ പഴക്കവും വിശ്വാസവും പ്രാചീനവും ഉള്ള കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിലെ തികച്ചും വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പൂപ്പൻ്റെ ഏറ്റവും ഇഷ്ടമായ ആചാരാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടതും ശ്രേഷ്ഠവുമായത് താമ്പൂല സമർപ്പണമാണ്. വെറ്റിലയും അടയ്ക്കയും പുകയിലയും ചുണ്ണാമ്പും നൽകിക്കൊണ്ട് അപ്പൂപ്പന് ദക്ഷിണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പൂപ്പൻ്റെ ഏറ്റവും ഭയങ്കരമായ ആചാരാനുഷ്ഠാനത്തിൽ യുവങ്ങളായി വർഷങ്ങളായി അപ്പൂപ്പൻകാവിൽ നടത്തി വരുന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ. അപ്പൂപ്പൻ്റെ പരിപാവനമായ 999 മലയുടെ കളരിയിൽ അപ്പൂപ്പന് വേണ്ടി താമ്പൂലം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തജനങ്ങളുടെ ഏത് ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ശാശ്വതമായ പരിഹാരമാകുമെന്നുള്ള വിശ്വാസമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഊരാളി ശ്രേഷ്ഠന്മാരാണ് ഇവിടെ പൂജകളും അതുപോലെ അപ്പൂപ്പൻ്റെ ആചാരം അനുഷ്ഠാനങ്ങളും നടത്തി വരുന്നത്. ഈ മലനിരകളിൽ കൂടി ഒഴുകുന്ന അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ കൂടി തൊട്ട് നമസ്കരിച്ച അച്ചൻകോവിലാറാണ് ഇവിടെ ഈ കാവിൻ്റെ പവിത്രത നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അച്ചൻകോവിൽ പുണ്യപൂങ്കാവനവും അച്ചൻകോവിൽ ക്ഷേത്രവും കോടമലയും വളയത്ത് ഊരാളി മലതടയും അതുപോലെ കൽച്ചറ ഉടയർ ദേവസ്ഥാനവും കുടികൊള്ളുന്ന കല്ലേലി ഊരാളി അപ്പൂപ്പൻ മണ്ണടി നാട്ടിൽ പിറവിയെടുത്ത ഒരു പ്രപഞ്ച ശക്തിയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൂപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യപൂങ്കാവനമാണ് അച്ചൻകോവിൽ പൂങ്കാവനം. കിഴക്കൻ മലയാണ് നമ്മൾ ഈ നിൽക്കുന്ന സഖ്യൻ്റെ സാനുക്കളായി നിൽക്കുന്ന ഈ കല്ലേലിയും അരുവാപ്പലവും കോന്നിയും. കരുപകത്ത നാടായിട്ട്, അതായത് ഏരിയകൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ തിരിച്ചത് കരപകത്ത നാടായിട്ടാണ് അറിയപ്പെടുന്നത്. പന്തളം 18 കരയായും തട്ട 8 കരയായും കോന്നി 300 കരയായും അരുവാപ്പലം 500 കരയായും അറിയപ്പെടുന്ന ഒരു ദേശമാണ്
കല്ലേലി ദേശം. അപ്പൂപ്പൻ്റെ പ്രിയങ്കരമായ കല്ലേലി മണ്ണിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ ജന്തുജീവജാലങ്ങളുടെയൊക്കെ സംരക്ഷണമൊക്കെ ഉറപ്പുവരുത്തുവാൻ ഊര് ആളുന്ന ദേവനായി ഊരാളി ദേവനെ ഇവിടെ ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കപ്പെടുന്നു. പൊങ്കാലയും പടയണിയും ഏറ്റവും ശ്രേഷ്ഠമാണ്. അന്നദാനം അതുപോലെ തന്നെ അപ്പൂപ്പന് ഏറ്റവും വരുന്ന എല്ലാ ദിവസവും 365 ദിവസവും അന്നദാനം മുടങ്ങാതെ നടത്തി വരുന്ന ഒരു കാവാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. അപ്പൂപ്പൻ്റെ അരുളിപ്പാടനുസരിച്ച് പഴമക്കാരുടെ വിശ്വാസം അനുസരിച്ച് അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ വരുന്ന ആരും വിശന്നു പോകരുതെന്നുള്ള ഒരു അരുളിപ്പാടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 365 ദിവസവും അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഉപസ്വരൂപങ്ങളുടെയും പൂജയ്ക്ക് ശേഷം വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അന്നദാനം നടത്തി വരിക. അതുപോലെ ഏറ്റവും ശ്രേഷ്ഠമാണ് മലയ്ക്ക് പടയണി, കരിക്ക്, വിത്ത്, അതുപോലെ ഇളം തൊടുനീര്, അതുപോലെ പൂജാദ്രവ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ള മലയ്ക്ക് പടയണി ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുപോലെ പൊങ്കാല, സ്ത്രീ ഭക്തജനങ്ങൾ സമർപ്പിക്കപ്പെടുന്ന ആദ്യത്തെ പൊങ്കാല ഇപ്പോൾ ഈ 10-ാം ഉദയത്തിന് സമീപിച്ചിരിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ വിവിധ ദേശങ്ങളിൽ നിന്നും കരകളിൽ നിന്നും എത്തിച്ചേർന്ന് കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന പൊങ്കാലയാണ് സമാപിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും തിരക്ക് പരിഗണിച്ചും സ്ഥലപരിമിതി പരിഗണിച്ചും എല്ലാ ദിവസവും പൊങ്കാല രാവിലെ മുതൽ വൈകിട്ട് വരെ അർപ്പിക്കുവാനുള്ള ക്രമീകരണം കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ ഭരണസമിതി ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവിധമായ സാധന സാമഗ്രികളും പൊങ്കാലയ്ക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിൽ നിന്ന് നൽകുന്നതാണ്. അതുപോലെ രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്നത്. ഇവിടെ ഒരിക്കലും നടയടയ്ക്കാറില്ല. 24 മണിക്കൂറും തുറന്നിരിക്കുകയാണ്. ഏത് പാതിരാത്രിയിൽ വന്നാലും ഫോറസ്റ്റ് അധികാരികൾ ചെക്ക് പോസ്റ്റിന് വിടുന്ന ഭക്തജനങ്ങളെ കല്ലേലിക്കാവിലേക്ക് തൊഴുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി അവിടുന്ന് അവരെ ഇവിടേക്ക് പ്രവേശിച്ച് അവർക്ക് വേണ്ടിയുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുകയാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ മാർഗ്ഗനിർദ്ദേശം നൽകുവാൻ PRO അടക്കമുള്ള കാവിൻ്റെ സേവരും സ്വാമിമാരും പരികർമ്മികളും എല്ലാം സദാ സന്നദ്ധമായിട്ടിരിക്കുന്നത്. ധന്യമായ ഈ പുണ്യപൂങ്കാവനത്തിൻ്റെ പശ്ചാത്തലവും പ്രകൃതി രമണീയതയും കാത്തു സൂക്ഷിച്ച് കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ ചൈതന്യം കുടികൊള്ളുന്ന ഈ പുണ്യഭൂമിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങളും സാന്നിധ്യവും എല്ലാ ദിവസവും ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവമേ കൈവല്യദായകനേ കല്ലേലിക്കാവിൽ വാഴും ലോക